Good morning, my dear students. Welcome back to our classes. And in the last class, we have started our chapter motion and time, right? And in the beginning of this chapter, we have discussed what is motion and how we can say an object is moving faster or slower when compared with another one, right? Okay, so now we have to find how we can measure time. ടൈമിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്പീഡ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ഫാസ്റ്റ് ആയിട്ടാണോ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലോ ആയിട്ടാണോ മൂവ് ചെയ്യുന്നത് നമ്മൾ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അല്ലേ. ടൈമിനെ അത് കവർ ചെയ്ത് ആ ടൈമിൽ അത് കവർ ചെയ്ത ഡിസ്റ്റൻസിനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ പറയാറ് അല്ലേ. സോ ഹൗ വി ക്യാൻ മെഷർ ടൈം, നമുക്ക് എങ്ങനെ ടൈം മെഷർ ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ടൈം മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, സോ ആൻഷ്യൻ ടൈംസിലൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ക്ലോക്കിൽ നോക്കി അല്ലെങ്കിൽ വാച്ചിൽ നോക്കി അല്ലെങ്കിൽ മൊബൈൽസിൽ നോക്കിയൊക്കെ നമ്മൾ ടൈം മനസ്സിലാക്കുന്നുണ്ട്. ആൻഷ്യൻ ടൈംസിൽ എങ്ങനെയാണ് ഇവര് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ ടൈം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഇറ്റ് ഈസ് മോർണിംഗ്, ഇറ്റ് ഈസ് ഈവനിങ് ഓർ ഇറ്റ് ഈസ് ന്യൂൺ ടൈം എന്നൊക്കെ അവരെങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ സണ്ണിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ സണ്ണിന്റെ മൂവ്മെന്റിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി നോക്കിയിട്ട് അങ്ങനെയൊക്കെ ടൈം കണക്കാക്കിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, സോ there are many events in nature that repeats after a time interval. നമ്മുടെ നേച്ചറിൽ ഒരു ഡെഫിനിറ്റ് ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മോർണിംഗ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ റൈസിംഗ് ഓഫ് സൺ. നമ്മുടെ സൺ റൈസ് ചെയ്ത് വരുന്ന ആ ഒരു ടൈമാണ് നമ്മൾ മോർണിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ നമുക്ക് ഓരോ ദിവസത്തിലും ഓരോ ഡേ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സൺ റൈസ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് അല്ലേ. അതൊരു 24 hours കഴിഞ്ഞാൽ സണ്ണ് എന്താവും? സൺസെറ്റ് നടക്കുന്നു. വീണ്ടും പിറ്റേന്ന് ദാറ്റ് മീൻസ് ടുമോറോ സൺറൈസസ് അപ്പ് അല്ലെ. അപ്പൊ വീണ്ടും മോർണിംഗ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡേ ആൻഡ് നൈറ്റ്സ് ഒക്കെ അല്ലെ. ഡേ ആൻഡ് നൈറ്റ്സ് ഒക്കെ വരുന്നത് ഒരു സെർട്ടൻ ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്ത് വരുവാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ്സ് ഒക്കെ. അതുപോലെ തന്നെ മന്ത് ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് പറയാ? ഒരു 1 month എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ 1 week എന്ന് പറഞ്ഞാൽ എന്താണ്? 1 week എന്ന് പറഞ്ഞാൽ 7 days ആണ്. അപ്പോൾ 7 days കഴിഞ്ഞാൽ വീണ്ടും സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ പോയി കഴിഞ്ഞ് വീണ്ടും സൺഡേ വരും. 7 days കഴിഞ്ഞാൽ വീണ്ടും സൺഡേ റിപ്പീറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 month എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലൂണാർ മന്ത് എന്നൊക്കെ പറയും. എങ്ങനെയാണ്? നമ്മളെ കംപ്ലീറ്റ് മൂഡ്, പൂർണ്ണചന്ദ്രൻ എന്നൊക്കെ നമ്മൾ പറയും. കംപ്ലീറ്റ് മൂഡ് വരുന്ന ആ ഒരു ഡേ ആണ് നമ്മൾ ലൂണാർ മന്ത് എന്നൊക്കെ പറയാറ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതൊക്കെ ഒരു ടൈം, ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സുകളാണ് അല്ലേ. സോ നാച്ചുറലി നടക്കുന്ന ഇവന്റ്സ് ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മന്ത്, ഡേ ആൻഡ് നൈറ്റ്സ്, മോർണിംഗ്, അതൊക്കെ നമ്മുടെ നാച്ചുറലി ഓക്കർ ചെയ്യുന്ന ചില ഇവന്റ്സ് ആണ്. ഇതൊക്കെ ഒരു സം പെർട്ടിക്കുലർ ടൈമിനെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ മെഷർ ചെയ്യുന്ന ഒരു ഡെഫിനിറ്റ് എമൗണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം നമ്മുടെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സൺ റൈസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പൊ നമ്മൾ ആ ടൈമിനെ മോർണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ടൈം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് അല്ലേ. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ഈ ക്ലോക്കോ വാച്ച് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ടൈം പറയാൻ പറ്റും. ഈ സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി കൊണ്ട് അല്ലെങ്കിൽ സൺ റൈസ് ചെയ്ത് വരുന്ന ടൈം അതാണ് മോർണിംഗ് ടൈം എന്ന് നമ്മൾ പറയും. സൺ സെറ്റ് ചെയ്യുന്ന ടൈം അതാണ് ഈവനിങ്, അല്ലെങ്കിൽ എന്താന്ന് പറയാം ഈവനിങ് ടൈം നമുക്ക് പറയാം അല്ലേ. നൈറ്റ് ആണെങ്കിൽ എന്താണോ മൂൺ സൺസെറ്റ് കഴിഞ്ഞ് മൂൺ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നൈറ്റായി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇതൊക്കെ ഒരു ടൈമാണ്. ഇതിനെല്ലാം നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്തത്? നമ്മൾ ഈ നാച്ചുറൽ നടക്കുന്ന ഈ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഈ ഇവന്റ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, സോ ഇഫ് യു ഡിഡ് നോട്ട് ഹാവ് എ ക്ലോക്ക്, how would you decide what time of the day it is? And have you ever wondered how our elder could tell the approximate time of the day by just looking at shadows? Shadows നോക്കി ടൈം പറയുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ എന്താ പറയുക ആൻസിസ്റ്റേഴ്സിനൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയണ്ട, നമ്മുടെ കുറച്ചൊരു പ്രായമായ നമ്മുടെ ഒരു 2 ജനറേഷൻ മുന്നേ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ
മദർ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് പ്രായമായവർക്കൊക്കെ ഈ ഷാഡോസ് നോക്കി ടൈം പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് അവര് നമ്മള് മൂൺ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഷാഡോ കാണാൻ പറ്റും. നമ്മുടെ നേരെ മുകളിലാണ് സൺ എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാഡോ കാണാൻ പറ്റുമോ? ഇല്ല, റൈറ്റ്. അപ്പൊ ഷാഡോയുടെ ലെങ്ത് നോക്കിയിട്ടൊക്കെ ടൈം പറഞ്ഞിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഓക്കെ, സോ ഹൗ ഡു വി മെഷർ ടൈം ഇന്റർവെൽ ഓഫ് എ മന്ത് ആൻഡ് എ ഇയർ? ഒരു മന്ത് അല്ലെങ്കിൽ ഒരു ഇയർ ഒക്കെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? Our ancestors noticed that events in nature repeats themselves after definite interval of time. And for example, they found that the sun rises every day in the morning. അപ്പോൾ മോർണിംഗ് എന്ന് പറയുന്നത് കൊണ്ട് സൺറൈസ് ചെയ്യുന്ന ആ ഒരു ടൈമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം മെഷർ ചെയ്യാൻ ഈ സൺറൈസ് നോക്കിയാൽ മതി. ഓക്കെ, സോ ദ ടൈം ബിറ്റ്വീൻ വൺ സൺറൈസ് ആൻഡ് ദ നെക്സ്റ്റ് വാസ് കാൾഡ് എ ഡേ. അപ്പൊ ആ ഒരു എ ഡേ എന്ന് പറയുന്ന ആ ഒരു ടൈം, ഡേ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു സൺറൈസ് മുതൽ അടുത്ത സൺറൈസ് അല്ലെങ്കിൽ ഒരു സൺറൈസ് തൊട്ട് സൺസെറ്റ് വരെയാണ് നമ്മൾ ശരിക്കും ഡേ, നമ്മൾ നോർമലി ഡേ എന്ന് പറയാം. പിന്നെ ആ സൺസെറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് സൺറൈസ് വരുന്നത് വരെ നൈറ്റ്. അപ്പൊ ആ ഒരു ഡേ നൈറ്റ് കൂടെയാണ് വൺ ഡേ ഉണ്ടാവുന്നത്. വൺ ഡേ മീൻസ് ഒരു ദിവസം ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മൾ പകൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൺറൈസ് തുടങ്ങി ആ സൺസെറ്റ് ആവുന്നത് വരെ, ആൻഡ് ആ സൺസെറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സൺറൈസ് വരുന്നത് വരെയും കൂടെ ആകുമ്പോഴേ നമ്മൾ ഒരു ദിവസം വൺ ഡേ ആവുള്ളൂ, അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്? ടൈമിന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഈവെന്റ്സ് ആണ്, നാച്ചുറലി ഒക്കെ ചെയ്യുന്ന ഈവെന്റ്സ് ആണ്. ഓക്കെ, സോ സിമിലർലി എ മന്ത് വാസ് മെഷർഡ് ഫ്രം വൺ ന്യൂ മൂൺ ടു ദ നെക്സ്റ്റ്, ആൻഡ് എ ഇയർ വാസ് ഫിക്സഡ് ആസ് ദ ടൈം ടേക്കൺ ബൈ എർത്ത് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ ഓഫ് ദി സൺ. സോ 1 ഇയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എർത്ത് സണ്ണിനെ ഒരു തവണ റിവോൾവ് ചെയ്ത് വരാൻ എടുക്കുന്ന ആ ഒരു ടൈം 365 ഡേയ്സ്, അല്ലെ? അതാണ് നമ്മൾ 1 ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? സോ often we need to measure intervals of time which are much shorter than a day, and clocks or watches are perhaps the most common time measuring devices. സോ ഈ ഡേ അല്ലെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ മന്ത് ഇയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത്? അതൊരു ലോങ്ങർ ടൈം ഇന്റർവെൽ ആണ്, അല്ലെ? ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് 24 hours ഉണ്ട്, അല്ലെ? അതുപോലെ തന്നെ 1 ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 365 ഡേയ്സ് ഉണ്ട്. 1 മന്ത് എന്ന് പറഞ്ഞാൽ 30 or 31 ഡേയ്സ് ഉണ്ട്, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇതൊക്കെ ലോങ്ങർ ടൈം ഇന്റർവെൽസ് ആണ്. ഇനി ഷോർട്ടർ ടൈം ഇന്റർവെൽസ് അല്ലെങ്കിൽ ഷോർട്ടർ ടൈം മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? നമ്മൾ ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ക്ലോക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം അറിയാൻ പറ്റും. Okay, so clocks or watches are perhaps the most common time measuring devices. And have you ever wondered how clocks and watches measure time? എങ്ങനെയാണ് clocks and watches ഒക്കെ ടൈം മെഷർ ചെയ്യുന്നത്? നമുക്കറിയാം, അല്ലെ? 60 seconds അല്ലെങ്കിൽ 60 seconds അല്ലെങ്കിൽ 60 minutes കഴിയുമ്പോൾ ആ ക്ലോക്കിലെ 1 റൗണ്ട് കംപ്ലീറ്റ് ആവും. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്, അല്ലെ? ക്ലോക്കിൽ നമുക്ക് നോർമലി എങ്ങനെയാണ് സംഭവിക്കാറ്? The working of clock is rather complex, but all of them make use of some periodic motion. അപ്പോൾ periodic motion എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു മോഷൻ, അതാണ് periodic motion എന്ന് പറയുന്നത്. One of the most well-known periodic motion is that of a simple pendulum. Simple pendulumത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ. Here you have figure 13.4 that shows a simple pendulum. Okay, so a simple pendulum consists of a small metallic ball or a piece of stone suspended from a rigid stand by a thread, and the metallic ball is called bob. നമ്മൾ ഒരു simple pendulum എങ്ങനെയാണ് വരച്ചിരുന്നത്? ഒരു മെറ്റാലിക് സ്ട്രിങ്ങിൽ ഒരു ബോബ്, ഇത് ഈ ഒരു നമ്മൾ സ്റ്റോൺ ടൈ ചെയ്തു എന്ന് പറയുന്നതിന് പകരം അതൊരു മെറ്റാലിക് ബൾബ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിനെന്താണ് പറയാ? ബോബ് എന്നാണ് പറയാ. ഓക്കെ, so it is fixed ആയിരിക്കും. ഇതാണ് the bob. And when the bob of the pendulum is raised after taking a slightly to one side, it begins to move to and fro. So നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് ഈ സൈഡിലോട്ട് വലിച്ചെന്ന് വിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. എങ്ങനെയായിട്ട് അതിന്റെ ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ, ആൻഡ് ഇങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു. അപ്പൊ അതൊരു സെർട്ടൺ ഡിസ്റ്റൻസ് ഇതുവരെ നമ്മൾ
അപ്പോൾ മൂവ് ചെയ്തു. ദെൻ നമ്മൾ അതിനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, അത് വീണ്ടും ഇങ്ങനെ പോകും, ഇവിടെ വരെ ഒരു സർട്ടൻ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യും. നെക്സ്റ്റ് അത് വീണ്ടും തിരിച്ച് ഇങ്ങനെ വരും ആൻഡ് ഈ ഒരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അറ്റ് ലാസ്റ്റ് അത് എന്താണ്, ഒരു സർട്ടൻ ടൈം കഴിയുമ്പോൾ അത് ഈ ഒരു സെയിം പൊസിഷനിൽ വന്ന് സെറ്റിൽ ചെയ്യും, അതായത് റെസ്റ്റ് ആവും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസും ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, the to and fro motion of simple pendulum is example for an oscillatory motion. ഓസിലേറ്ററി മോഷൻ എന്നും നമ്മൾ പറയും ഈ ഒരു പീരിയോഡിക് മോഷനെ, ഒരു സർട്ടൻ ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു പീരിയോഡിക് മോഷനെ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ നമ്മൾ എന്ത് പറയും, ഓസിലേറ്ററി മോഷൻ എന്നും പറയും. അപ്പൊ എന്താണ് ഓസിലേറ്ററി മോഷൻ, ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലേ. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ, മീൻ പൊസിഷനിൽ നിന്നുള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. The simple pendulum or the pendulum is said to have completed one oscillation complete ചെയ്യപ്പോഴാണ് the bob starting from its mean position and move to A. ഇവിടെ എന്താണ് O എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ മീൻ പൊസിഷൻ കൊടുത്തിട്ടുള്ളത്, ഇത് O, ഈ പൊസിഷൻ ആണ് O. Okay, and here it is A and here it is B. അപ്പോൾ ഇത് മീൻ പൊസിഷനിൽ നിന്നും ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയണമെങ്കിൽ എന്താണ്, മീൻ പൊസിഷനിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്തു, ദെൻ ബി ആൻഡ് ബാക്ക് ടു ഗോ. അതായത് നമ്മളിതൊക്കെ മനസ്സിൽ കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇവിടെയാണ് എ എന്ന പോയിന്റ് ആൻഡ് ഇവിടെയാണ് ബി എന്ന പോയിന്റ്. ഓക്കെ, സോ ഇത് സെയിം ഡിസ്റ്റൻസിലായിരിക്കും. സോ ഓയിൽ നിന്ന് എയിലേക്ക്, ദെൻ ഇറ്റ് മൂവ്സ് ടു ബി ആൻഡ് ദെൻ ഇറ്റ് കംസ് into O. ഓക്കെ, ഈ മീൻ പൊസിഷനിലേക്ക് വീണ്ടും റിട്ടേൺ വരും. അപ്പൊ ഇതാണ് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുന്നത്. എയിലേക്ക് പോയി, ദെൻ ബിയിലേക്ക് പോയി, അഗൈൻ തിരിച്ച് ഒറിജിനൽ വന്നു വരും. അതാണ് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ പെൻഡുലത്തിന്റെ കംപ്ലീറ്റ് ഓസിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The pendulum also complete one oscillation when its bob moves from one extreme position A to the other extreme position B and back to A. The time taken by, അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബിയിലേക്ക് പോയി ദെൻ എഗെയിൻ റിട്ടേൺ ഇവിടെ വന്നാലും എന്താണ്, അതൊരു കംപ്ലീറ്റ് ഓസിലേഷൻ ആണെന്ന് പറയാം. നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓയിൽ നിന്നായതുകൊണ്ട് അത് വൺ റൊട്ടേഷൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എയിൽ വന്ന് ബിയിലോട്ട് പോയി റിട്ടേൺ ഓയിൽ. ഈ എയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, എയിൽ നിന്ന് ബിയിലേക്ക് പോയി റിട്ടേൺ എയിലേക്ക് വരുമ്പോഴാണ് അത് വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ വൺ ഓസിലേഷൻ എന്ന് പറയുന്നതാണ്. ആൻഡ് ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഓസിലേഷന് അല്ലെങ്കിൽ ദ ടൈം ടേക്കൺ ബൈ ദ പെൻഡുലം to complete one oscillation is called the time period. Okay, so time period of a simple pendulum, നമ്മൾ T എന്ന പേരിലാണ് ഡിനോട്ട് ചെയ്യാറ്. ഇതെന്താണ്, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിമ്പിൾ പെൻഡുലം ഉപയോഗിച്ച് ടൈം എത്രയാണ് അതാണ് അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. The time taken by the pendulum to complete one oscillation is called its time period. So you should underline that word. The time taken by the pendulum to complete one oscillation is called its time period. And next to the activity 30.2 നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സിമ്പിൾ പെൻഡുലം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ലാബിൽ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ കാണിച്ചു തരും എന്താണ് സിമ്പിൾ പെൻഡുലം ആൻഡ് സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേറ്ററി മോഷൻ എന്താണ്, അതിന്റെ ടൈം പീരീഡ് എന്താണെന്നൊക്കെ നമുക്ക് എക്സ്പെരിമെന്റിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ യു ജസ്റ്റ് റീഡ് ദാറ്റ് എക്സ്പെരിമെന്റ് or you just read that activity. Okay, so next you have to find what are the units of time and speed. Time and speed measure the units ennallaamaanu namukku nokkam. The basic unit of time
a second. So നമ്മൾ നോർമലി സെക്കൻഡ്സിലാണ് ടൈം എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യാറ്. ഇത് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ടൈമിന്റെ യൂണിറ്റ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് ടൈം എന്താണ്? It is seconds. Okay. So time in the standard unit seconds are. And its symbol is S. So seconds number S symbol on denote. And larger units of time are minutes, hours. നമ്മൾ മിനിറ്റ്സിൽ പറയാറുണ്ട്, ഹവേഴ്സിലൊക്കെ പറയാം, കിലോമീറ്റർ പെർ ഹവേഴ്സ് എന്നൊക്കെ പറയില്ലേ സ്പീഡ്. സോ അതെന്താണ്? ലാർജർ യൂണിറ്റ്സ് ആണ്. നോർമലി നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് എന്താണ് എടുക്കുക? സ്മോളർ യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, സോ you already know how these units are related to one another. So 1 second അല്ലെങ്കിൽ 1 minute എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാലോ, നമ്മൾ നോർമലി ക്ലോക്കിൽ മെഷർ ചെയ്യുമ്പോൾ എത്രയാണ്? 1 hour എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 hour it is 60 seconds. Sorry, 60 minutes. അല്ലേ? 60 minutes. ഇനി 1 minute എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minute എന്ന് പറഞ്ഞാൽ എന്താണ്? 60 seconds ആണ്. അല്ലേ? 60 seconds ആണ്. ഓക്കെ, സോ ഇതാണ് റിലേഷൻ. നമ്മൾ 1 hour എന്ന് പറയുന്നത് 60 minutes ആൻഡ് 1 minute എന്ന് പറയുന്നത് 60 seconds ആണ്. ഓക്കെ, സോ what would be the basic unit of speed? എന്തായിരിക്കും സ്പീഡിന്റെ ബേസിക് യൂണിറ്റ്? നമ്മൾ പറഞ്ഞു ടൈമിന്റെ ബേസിക് യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. അതുപോലെ തന്നെ സ്പീഡിന്റെ ഒരു ബേസിക് യൂണിറ്റ്. സ്പീഡിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ എന്താണ്? നമുക്ക് ഇങ്ങനെ എഴുതാം, മീറ്റർ പെർ സെക്കൻഡ്. അതായത് സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഡിസ്റ്റൻസ് നമ്മൾ ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുക? നോർമലി ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, മീറ്റേഴ്സിലാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ മീറ്റേഴ്സിലാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഇനി കിലോമീറ്റേഴ്സ് മെഷർ ചെയ്യുക ഹയർ വാല്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ ലാർജർ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ കിലോമീറ്റേഴ്സിലൊക്കെ മെഷർ ചെയ്യാറുണ്ട്. പക്ഷേ നോർമലി നമ്മൾ മീറ്ററാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടൈം എന്താണ്? നമുക്കറിയാം സെക്കൻഡ്സ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ ഈ മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ മീറ്റർ പെർ സെക്കൻഡ്. അതാണ് നമ്മുടെ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് എഴുതാം? മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെയാണ് എഴുതാം. ഇനി ഇത് ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ് നമ്മൾ അളക്കുന്നതെന്നുണ്ടെങ്കിൽ, കിലോമീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഹയർ യൂണിറ്റ് അല്ലേ കിലോമീറ്റർ എന്ന് പറയുന്നത്? ഡിസ്റ്റൻസിന്റെ ഹയർ യൂണിറ്റ് ആണ് കിലോമീറ്റർ. അപ്പൊ നമ്മൾ ടൈമിന്റെ ഹയർ യൂണിറ്റ് ആയിട്ടുള്ള ഹവർ എടുക്കുന്നു. അപ്പൊ കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയും. സ്പീഡിന്റെ യൂണിറ്റ് കിലോമീറ്റർ പെർ ഹവർ എന്നും ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ സിൻസ് ഈസ് സ്പീഡ് ഡിവൈഡഡ് ബൈ ടൈം, the basic unit of speed is meter per second. Of course, it could also be expressed in other units such as meter per minutes and kilometer per hour. So higher units ആണെന്നുണ്ടെങ്കിൽ അത് kilometer per hour ആവും. അതേപോലെ തന്നെ meter per minutes എന്നും meter per minutes എന്നും. ഒരു നോർമൽ കേസിൽ നമ്മൾ meter per minutes എടുക്കാറില്ല, എന്നാലും വേണമെങ്കിൽ നമുക്ക് സ്പീഡിന്റെ യൂണിറ്റ്സ് പറയാൻ സാധിക്കും. ഓക്കെ, so the symbol of all units are written in singular. And for example, we write 50 kilometer and not 50 kilometers. അപ്പോൾ നമ്മൾ എന്താണ് ഈ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് എഴുതാറെന്നാണ് പറയുന്നത്. അതിൽ 50 കിലോമീറ്റേഴ്സ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ദൂരം നമ്മൾ സഞ്ചരിച്ചു? നമ്മൾ 50 കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചു. 50 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണ് ശരിക്കും നമ്മൾ എന്താണ് സിംഗുലർ ആയിട്ട് എടുക്കുക അല്ലേ? അത് 2 കിലോമീറ്റേഴ്സ് അതായ പ്ലൂറലായി. പക്ഷെ നമ്മൾ ഈ യൂണിറ്റ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 1 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 2 കിലോമീറ്റേഴ്സ് എന്ന് പറയില്ല, 2 കിലോമീറ്റർ എന്ന് മാത്രമേ എഴുതുള്ളൂ. അതുപോലെ തന്നെ ഹയർ യൂണിറ്റ്സ് ആണെങ്കിലും 5 കിലോമീറ്റർ എന്ന് എഴുതുള്ളൂ, കിലോമീറ്റേഴ്സ് എന്ന് എഴുതാറില്ല. ഓക്കെ, സോ എല്ലായ്പ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ടാണ് എഴുതാറ്. ആൻഡ് next here some examples are given to you. 50 kilometer but not 50 kilometers and 80 centimeter not 8 centimeter, sorry 80 alla 8 centimeter. And Pujo is wondering how many seconds there are in a day
and how many hours in a year can you help him? So എങ്ങനെയാണ് നമ്മൾ എത്ര ഒരു ദിവസത്തിൽ എത്ര hours ഉണ്ട്? Bujo is wondering how many seconds when there are in a day. One day എന്ന് പറഞ്ഞാൽ എന്താണ്? One day എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് 24 hours ആണ്. 24 hours ആണ് ഒരു ഡേ അല്ലെ, 24 മണിക്കൂർ ചേർന്നതാണ് ഒരു ഡേ. ഈ 24 hours എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്സ് ആണ്? 1 hour 60 minutes ആണ് അല്ലെ. 1 hour 60 minutes ആണ് പറയുമ്പോൾ 24 hour എത്ര മിനിറ്റ്സ് ഉണ്ടായിരിക്കും? 24 into 60 minutes ആയിരിക്കും അല്ലെ. അങ്ങനെയല്ലേ വരിക? ദെൻ എന്താണ് ബുജോ ചോദിക്കുന്നത്? ഹൗ മെനി സെക്കൻഡ്സ് എന്നാണ്. ഈ 1 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 60 seconds ആണ്. സോ 1 ഡേയിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടായിരിക്കും? 24 into 60 into 60 സെക്കൻഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെക്കൻഡ്സ് ഉണ്ട് കിട്ടും. എങ്ങനെയാണ് മനസ്സിലായല്ലോ? വൺ ഡേ എന്ന് പറയുന്നത് 24 hours ആണ്. 24 hours എന്ന് പറയുന്നത് 60 minutes ആണ്. ഇനി 60 minutes എന്ന് പറഞ്ഞാൽ എന്താണ്? 60 seconds ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും സെക്കൻഡ്സ് ആയിരിക്കും നമുക്ക് ഒരു ഡേയിൽ ഉണ്ടാവുക. അതുപോലെ ഒരു ഇയറിൽ എങ്ങനെയായിരിക്കും? ഒരു ഇയറിൽ എന്താണ്? 365 days ആണ് ഉണ്ടാവുക. 365 days എന്ന് പറഞ്ഞാൽ ആ 365 ഡേയ്സിലും 24 hours വീതം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ 364 ഡേയ്സിൽ 24 hours വീതം ഉണ്ടായിരിക്കും. ആ 24 hours എന്ന് പറയുന്നത് 60 minutes 60 secondsഉം ചേർന്നിട്ടുള്ളതായിരിക്കും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്ത് കണ്ടുപിടിക്കാം? ഒരു ഇയറിൽ എത്ര സെക്കൻഡ് ഉണ്ട്, എത്ര സെക്കൻഡ് നമ്മൾ എത്ര സെക്കൻഡ് ടൈം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ജസ്റ്റ് ഇതുപോലെ ആലോചിച്ച് എങ്ങനെയാണ് ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്, ആ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്, ആ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്, ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിനൊരു ആൻസർ, നമ്മുടെ ബുജോയ്ക്ക് ഒരു ആൻസർ കണ്ടുപിടിക്കാൻ സഹായിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ വർക്ക് ആസ് എ ഹോംവർക്ക്. ഓക്കെ, സോ യു ഷുഡ് ഫൈൻഡ് how many hours in an year and how many seconds in a day. Okay, and another work on how to do that. Okay, so here an additional knowledge is given to you. There is an interesting story about the discovery that the time period of a given pendulum is constant, and you might have heard the same of famous scientist Galileo Galilei. So നമ്മളോട് ആക്ടിവിറ്റി 13.2 പറയുന്നത് എന്താണ്? ടൈം പീരീഡ്, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, സോ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ടൈം ടേക്കൺ ഫോർ 20 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തു എന്നുള്ളത് ഇവിടെ ഫസ്റ്റിൽ തന്നിട്ടുണ്ട് 42. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ ഒരു എന്താണ് വീണ്ടും നിങ്ങൾ ഒരു ടൈം പീരീഡ് കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ എന്ത് മാറ്റിയിട്ട് ജസ്റ്റ് ആ പെൻഡുലത്തിന്റെ ഡിസ്റ്റൻസ്, സ്ട്രിങ്ങിന്റെ ഡിസ്റ്റൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ നമ്പർ ഓഫ് ഓസിലേഷൻസ് ചേഞ്ച് വരുത്തുക. നമ്പർ ഓഫ് ഓസിലേഷനിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അതിന് എത്ര ടൈം എടുക്കുമെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് കാണാൻ പറ്റുക? ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബട്ട് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് യു ഹാവ് ടു നോട്ട് ദാറ്റ് സിമ്പിൾ പെൻഡുലത്തിന്റെ നമ്മൾ എടുക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഓരോ പെൻഡുലത്തിനും ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ സ്ട്രിങ്ങിന്റെ ലെങ്തിനൊക്കെ അനുസരിച്ച് ടൈം പീരീഡ് മാറും. ബട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ there is an interesting story about the discovery that the time period of a given pendulum is constant, and you might have heard the name famous scientist Galileo Galilei പറ്റി കേട്ടിട്ടില്ലേ? Okay, so he said that once Galileo was sitting in a church, he noticed that a lamp suspended from the ceiling with a chain was moving slowly from one side to another, and he was surprised to find that this pulse beat the same number of times during the
interval in which the lamp completed one oscillation. Okay, അപ്പോൾ ആ ലാമ്പ് വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് സെയിം പൾസ് ആണ് അദ്ദേഹം നോട്ട് ചെയ്തത്. ഓക്കെ, പൾസ് ബീറ്റ് സെയിം നമ്പർ ആണ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഇതെടുക്കുന്ന നമ്മുടെ പൾസ് ബീറ്റും കൂടി നോക്കുമ്പോൾ സെയിം ആയിട്ട് വരുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചു. And Galileo experimented with various pendulums to verify this observation. He found that the pendulum of given length takes always the same time to complete one oscillation. അതായത് നമ്മുടെ പെൻഡുലത്തിന്റെ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് ഇത് സെയിം ആയിട്ടുള്ള ഈ ലെങ്ത് സെയിം ആയിട്ടുള്ള പെൻഡുലംസ് എല്ലാം ഇതേപോലെ ഒരു പെൻഡുലം ഇവിടെയുണ്ട്. ഈ ലെങ്ത് സെയിം ആണെങ്കിൽ ഇതിന്റെ ടൈം പീരീഡും ഇത് T1 and ഇത് T2 ആണെങ്കിൽ എന്താണ് T1 should be equal to T2 ആയിരിക്കും. ബട്ട് ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ടൈം പീരീഡ് ചേഞ്ച് ആയിരിക്കും. പക്ഷേ എല്ലാ കേസിലും ഇത് നമ്മൾ 20 ഓസിലേഷൻ എടുത്താലും 30 ഓസിലേഷൻ എടുത്താലും ഒക്കെ നമുക്ക് കിട്ടുന്ന ടൈം പീരീഡ് എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ this observation led to the development of pendulum clocks and winding clocks and the which watches were refinement of pendulum clocks. So നമ്മുടെ കുറച്ച് മുന്നേ നമുക്ക് പെൻഡുലം ക്ലോക്സ് കാണാൻ പറ്റും. അതായത് 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെൻഡുലം ഒരു ബെല്ലടിക്കും ആൻഡ് 2 hour കഴിഞ്ഞാൽ അത് പെൻഡുലം 2 ബെല്ലടിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബേബി പെൻഡുലം ക്ലോക്സ് അല്ലേ? അപ്പോൾ ആൻഷ്യൻ ടൈംസ് മുതലേ ഈ പെൻഡുലം ക്ലോക്സിൻ്റെയൊക്കെ യൂസ് ഉണ്ട്. സോ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ദാറ്റ് ഈസ് അബൌട്ട് നമ്മുടെ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനെ പറ്റിയുള്ള ജസ്റ്റ് ഒരു അഡീഷണൽ നോളജാണ് നിങ്ങൾക്ക് തന്നത്, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ഓക്കെ, സോ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് ടൈം മെഷർ ചെയ്യുന്നത്, അതിന്റെ യൂണിറ്റ്സ് എന്താണ്, അതുപോലെ സ്പീഡ് മെഷർ ചെയ്യുന്നത്, അതിന്റെ യൂണിറ്റ്സ് എന്താണ് അല്ലേ? സോ ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ടൈം ആർ യൂസ്ഡ് ഡിപെൻഡിങ് ഓൺ ദ നീഡ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു എക്സ്പ്രസ് യുവർ ഏജ് ഇൻ ഇയേഴ്സ്. സോ ഈ ഇയർ, അതുപോലെ നമ്മൾ ഡേ ആൻഡ് നൈറ്റ്, മന്ത്, ഇതൊക്കെ പറയുന്ന നമ്മളൊരു ടൈം പീരീഡ് തന്നെയാണ് അല്ലേ? ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരു ഇയർ പറയുന്നത്, അല്ലെങ്കിൽ ഒരു മന്ത് പറയുന്ന, ഒരു വീക്ക് പറയുന്നതൊക്കെ. ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 7 days. ഈ ഡേ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മളൊരു ടൈം ഇന്റർവെല്ലാണ് അല്ലേ? ഓക്കെ, സോ നമ്മുടെ ഡിഫറെന്റ് പർപ്പസിൽ നമ്മുടെ ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. Okay, so it is convenient to express your age in years rather than in days or hours. So നമ്മളെല്ലാം എപ്പോഴും എന്താണ് നമ്മുടെ ഏജ് പറയാൻ എന്താണ് യൂസ് ചെയ്യാറ്? 13 years old അല്ലെങ്കിൽ 14 years old അങ്ങനെയല്ല നമ്മൾ പറയാറ്. അല്ലാതെ നമ്മൾ മറ്റൊരു യൂണിറ്റ്സിൽ നമ്മൾ ഏജ് പറയാറുണ്ടല്ലോ. അപ്പോൾ സെർട്ടൻ സിറ്റുവേഷൻസിൽ സെർട്ടൻ യൂണിറ്റ്സ് ആണ് നമ്മൾ ടൈം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ്. ഓക്കെ, സോ സിമിലർലി that will be expressed in years. Okay, so it will not be wise to express in years and time taken by you to cover the distance between your home and school. നമ്മുടെ സ്കൂളും ഹോമും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഒരിക്കലും ഇയർ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയില്ല. അല്ലെങ്കിൽ നമ്മൾ 30 kilometers കവർ ചെയ്തു അല്ലെങ്കിൽ 40 kilometers കവർ ചെയ്തു അങ്ങനെ നമ്മൾ പറയാറുള്ളൂ അല്ലേ? അല്ലാതെ ഇതിന്റെ ടൈം എത്ര എടുത്തതുള്ളത് നമ്മൾ ഒരിക്കലും ഇയേഴ്സിൽ പറയാറില്ല. നമ്മൾ ഇത്ര സെക്കൻഡ് കൊണ്ട് വന്നു അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് വന്നു എന്നൊക്കെ പറയാറുള്ളൂ. ഇയേഴ്സിന്റെ കേസിൽ പറയാറില്ല അല്ലേ? ഓക്കെ, സോ how small or larger is the time interval of 1 second? The time taken in saying aloud to 2001 is nearly 1 second, and verify it by counting aloud from 2001 to 2010. The pulse of the normal healthy adult rest beats about 72 times in a minute, that is about 12 times in 10 seconds. This rate may be slightly higher for children. അപ്പോൾ നമ്മൾ ഓരോ കേസിലും ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് ടൈമിനെ മെഷർ ചെയ്യാൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ടൈമിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാറ് എന്നാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ കണ്ടീഷൻ അല്ലെങ്കിൽ ഓരോ പർപ്പസിലും നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏജ് പറയാൻ യൂസ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് നമുക്ക് നമ്മൾ മൂവ് ചെയ്ത ഒരു ഡിസ്റ്റൻസ് പറയാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത്ര ടൈം കൊണ്ട് എത്തി എന്ന് പറയാൻ നമ്മൾ ഒരിക്കലും ഇയേഴ്സ് അല്ലെങ്കിൽ മന്ത്സിന്റെ കേസിൽ പറയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് സെർട്ടൻ പ്ലേസസിൽ സെർട്ടൻ യൂണിറ്റ്സ് യൂസ് ചെയ്യാന്നുള്ളൊരു
ഒരു കൺവേർഷൻ മെത്തേഡ്. ഓക്കെ, സോ അതിനായിട്ട് എന്താണ് ഒരുപാട് യൂണിറ്റ്സ്, നമ്മൾ ടൈം മെഷർ ചെയ്യുന്ന ഒരുപാട് യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. Okay, so many time measuring devices were used in different parts of the world, and before the pendulum clocks become popular, sundials and water clocks and sand clocks and some examples of such devices, different designs of these devices were developed in different parts of the world. Sundials, sand clock, water clock, okay. പണ്ട് നമ്മുടെ പെൻഡുലം ക്ലോക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ക്ലോക്ക് അതുപോലെയുള്ള ക്ലോക്കുകളൊക്കെ വരുന്നതിന് മുന്നേ ഈ സാൻഡ് ക്ലോക്ക്, വാട്ടർ ക്ലോക്ക്, അതുപോലെ സൺ ഡയലൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഫിഗേഴ്സ് കണ്ടാൽ മനസ്സിലാക്കി. ഇവിടെ ആക്ടിവിറ്റി 30.3 നമുക്ക് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൺ ഡയൽ അറ്റ് ജന്തർ മന്തർ, ഡൽഹിയിൽ സൺ ഡയൽ, അതുപോലെ തന്നെ സാൻഡ് ക്ലോക്ക്, അതുപോലെ തന്നെ വാട്ടർ ക്ലോക്ക് ഒക്കെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടി പണ്ട് കാലം മുതൽ ഉപയോഗിച്ചിരുന്ന ചില മെഷറിംഗ് ഡിവൈസസ് ആണ് ഈ സൺ ഡയൽ, അതുപോലെ വാട്ടർ ക്ലോക്ക്, സാൻഡ് ക്ലോക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ യു ജസ്റ്റ് ലുക്ക് ഇൻടു ദാറ്റ് ആൻഡ് യു മേ വണ്ടർ ദീസ് ആർ all devices are used in earlier days. ഈ ഡിവൈസസ് എല്ലാം നമുക്ക് ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് ടൈമായിരുന്നു. നമുക്കൊന്നും ഇതിനെ പറ്റി ഒരു നമ്മൾ ഇതിനെ പറ്റി അവെയർ അല്ല, നമ്മളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഈ സാൻഡ് ഡയൽസ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഗിഫ്റ്റ് ഐറ്റംസിലൊക്കെ ആയിട്ട് ഈ സാൻഡ് ക്ലോക്ക് ഒക്കെ വരുന്നുണ്ട് അല്ലേ. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ സാൻഡ് ക്ലോക്ക് പോലെയുള്ള ഇപ്പോൾ അതൊരു ടോയ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഐറ്റം ആയിട്ടൊക്കെ ഈ സാൻഡ് ക്ലോക്ക് ഒക്കെ വരുന്നുണ്ട്. സോ ബട്ട് ഇതെന്താണ് ടൈം മെഷറിങ്ങിന് വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഡിവൈസ് ആണ് സാൻഡ് ക്ലോക്കും വാട്ടർ ക്ലോക്കും സൺ ഡയൽസും ഒക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ സൺഡയൽ എന്താണ്, സൺഡയൽ ഉപയോഗിച്ചിരുന്നത് ഈ സൺഡയൽ ആണെങ്കിൽ നമ്മളെ ക്ലോക്ക് ഒക്കെ ആണെന്ന് വെച്ചെങ്കിൽ ഈ പീരിയോഡിക് മോഷന്റെ ബേസിലാണ് നമ്മൾ ടൈം പറയുന്നത് അല്ലെ. എങ്ങനെയാണ് ഇറ്റ് മെഷേഴ്സ് ദാറ്റ് ഇറ്റ് യൂസസ് ദ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് itself in equal amount of time. ഓക്കെ, ഒരു ഈക്വൽ എമൗണ്ട്, അതായത് നമ്മുടെ നോർമൽ ക്ലോക്ക് എന്താണ് 60 മിനിറ്റ്സ് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു അല്ലെ, 1 അവർ കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതുപോലെ തന്നെ നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന സൺഡയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സൺഡയൽ യൂസസ് ദ പൊസിഷൻ ഓഫ് സൺ ടു ഡെപിക്ട് ടൈം. സണ്ണിന്റെ പൊസിഷൻ നോക്കിയിട്ട് ടൈം അറിയാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിരുന്നു സൺഡയൽ എന്ന് പറയുന്നത്. ഈ സാൻഡ് ക്ലോക്ക് ഇറ്റ് യൂസസ് സാൻഡ് ടു മെഷർ ടൈം. സാൻഡ് ക്ലോക്ക് നിങ്ങൾ കണ്ടില്ലേ ഫിഗറിൽ, അതിങ്ങനെ ജസ്റ്റ് ടൈം പതുക്കെ വളരെ സ്ലോലിയാണ് അത് മുകളിൽ നിന്ന് താഴോട്ട് എത്തുക. ഓക്കെ, അപ്പൊ സാൻഡ് ക്ലോക്ക് എന്ന് പറയുന്നത് സാൻഡ് യൂസ് ചെയ്തിട്ട് ടൈം മെഷർ ചെയ്യുന്നതാണ്. അതുപോലെ വാട്ടർ യൂസ് ചെയ്തിട്ട് ടൈം മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, വാട്ടർ ക്ലോക്ക്. ആൻഡ് പെൻഡുലം ക്ലോക്ക് നമ്മൾ നോർമലി പെൻഡുലം ക്ലോക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻഷ്യന്റ് ടൈംസ് മുതലേ ടൈം കണക്കാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഇനി നമുക്കറിയാവുന്നത് സ്പീഡ് എങ്ങനെയാണ് നമ്മളെ സ്പീഡിന്റെ ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മീറ്റർ പെർ സെക്കൻഡ്സ് ഉണ്ട്, കിലോമീറ്റർ പെർ ഹവേഴ്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ടല്ലോ. ഈ യൂണിറ്റ് കൺവേർഷൻ എന്താണെന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, സോ യൂണിറ്റ് കൺവേർഷനും അതിനെ തുടർന്നുള്ള ഈ എങ്ങനെയാണ് ഈ വെഹിക്കിൾസിലൊക്കെ സ്പീഡ് മെഷർ ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്പീഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ എന്താണ്, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ എന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം എന്താണെന്നുള്ളത് നമുക്ക് കമ്മിങ് ക്ലാസ്സസിൽ നോക്കാം. സോ എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ എനി ടൈം ത്രൂ വാട്സ്ആപ്പ്. ഓക്കെ, സോ read your textbooks thoroughly and do the works properly. And okay, so that's it. So today we are going to wind up this class and we can meet in the coming classes. Take care children and thank you.